വി ഗോവിന്ദൻ മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ ദൃശ്യത്തിലേക്ക്. എന്ന ആവശ്യവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് സംഘപരിവാർ രംഗത്തെത്തിയിട്ടുള്ളത്. ഇങ്ങനെയുള്ള ഒരു ദേശീയ പശ്ചാത്തലത്തിലാണ് കേരളത്തിൽ അരമനകൾ തോറും കയറിയിറങ്ങി വോട്ട് ലക്ഷ്യം വെച്ചുകൊണ്ട് ഇവിടെ RSS വിഭാഗം, BJP, സംഘപരിവാർ വിഭാഗങ്ങൾ ക്രിസ്തീയ വോട്ട് നേടുന്നതിന് വേണ്ടിയുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത്. സ്വാഭാവികമായിട്ടും ഇത്തരത്തിലുള്ള നീക്കങ്ങൾക്കെതിരെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുന്ന എല്ലാവരും ഈ മതവേട്ടക്കെതിരായി, മതസ്പർദ്ധ, വർഗീയ ധ്രുവീകരണം നടത്തുന്നതിനു വേണ്ടിയുള്ള നിലപാടുകൾക്കെതിരായി ശക്തിയായിട്ട് മുന്നോട്ടേക്ക് വരണം എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശക്തിയായ സ്വാധീനവും സാന്നിധ്യവും ഉള്ളതുകൊണ്ടാണ് സംഘപരിവാർ വിഭാഗങ്ങൾക്ക് കേരളത്തിൽ അവരുടെ ഉള്ളിലിരിപ്പുള്ള, ഞാൻ നേരത്തെ ചൂണ്ടിക്കാണിച്ച രാഷ്ട്രീയ ലക്ഷ്യം നേടാൻ സാധിക്കാതിരിക്കുന്നത്. ഈ സന്ദർഭത്തിൽ രാജ്യത്തെമ്പാടുമുള്ള മതനിരപേക്ഷ ഉള്ളടക്കമുള്ളവരും ഭരണഘടനയ്ക്കെതിരായിട്ട് നടത്തിക്കൊണ്ടിരിക്കുന്ന ഇത്തരം കടന്നാക്രമങ്ങളെ പ്രതിരോധിക്കുന്നവരും ഈ കന്യാസ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരെ ജയിലിലടച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടുള്ള സമീപനത്തിനെതിരായി ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ടേക്ക് വരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. ഇടതുപക്ഷ MP-മാർ ഇതിനിടയിൽ ആഭ്യന്തരമന്ത്രിയെ തന്നെ സന്ദർശിച്ച് ഇപ്പോഴും ജയിലിൽ കഴിയുന്ന ആളുകളുടെ ജാമ്യം നൽകുന്നതിൽ നിന്ന് എതിർപ്പ് നടത്തില്ല എന്നവർ പ്രഖ്യാപനം നടത്തിയിട്ടുണ്ടെങ്കിലും ബജ്രംഗ് പരസ്യമായിട്ട് തന്നെ പറയുകയുണ്ടായി, ജാമ്യാപേക്ഷയെ എതിർത്ത നിലപാട് സ്വീകരിക്കുമെന്നും മാത്രമല്ല പരസ്യമായി ജാമ്യം നൽകരുത് എന്ന് പറഞ്ഞുകൊണ്ട് പ്രകടനം സംഘടിപ്പിക്കുന്ന സവിശേഷമായ നിലയാണ് ഛത്തീസ്ഗഡിൽ നമ്മൾ കണ്ടിട്ടുള്ളത്. അതിൻ്റെ അർത്ഥം ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടിൽ നിന്ന് പിന്നോട്ടേക്ക് പോകുന്നില്ല, പുറകോട്ട് പോകാൻ ഒരുക്കമല്ല എന്ന പരസ്യ പ്രഖ്യാപനം തന്നെയാണ് അത് സൂചിപ്പിക്കുന്നത്. കോൺഗ്രസിന്റെ നിലപാട് ഈ സന്ദർഭത്തിൽ ഗൗരവപൂർവ്വം പരിശോധിക്കേണ്ടുന്ന ഒന്ന് തന്നെയാണ്. അങ്ങേയറ്റം പ്രതിഷേധാത്മകമായ നിലപാടാണ് അവർ സ്വീകരിച്ചിട്ടുള്ളത്. ഛത്തീസ്ഗഡിലെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രതിപക്ഷം കോൺഗ്രസാണ്. കോൺഗ്രസിന്റെ നേതാക്കൾ തന്നെ ഇതിനെതിരെ ഒരു തരത്തിലുള്ള പ്രതിഷേധവും രേഖപ്പെടുത്തുന്നതിന് വേണ്ടി ഛത്തീസ്ഗഡിൽ തയ്യാറായില്ല എന്നുള്ളതും വളരെ ഗൗരവമുള്ള പ്രശ്നമാണ്. കോൺഗ്രസ് സർക്കാരിന്റെ കാലത്ത്, അവരുടെ ഭരണത്തിൽ വലിയ രീതിയിലുള്ള ആക്രമണമാണ് ബസ്കർ മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടായിരുന്നത്. അതിനെതിരെ ശക്തിയായ നിലപാടെടുക്കാൻ അന്നത്തെ സർക്കാർ, കോൺഗ്രസിന്റെ സർക്കാരും തയ്യാറായിരുന്നില്ല.
നാരായൺപൂർ, കുണ്ടനഗർ തുടങ്ങിയ സ്ഥലങ്ങളിലെല്ലാം ഇത്തരത്തിലുള്ള അക്രമങ്ങൾ അന്നും ഉണ്ടായിട്ടുണ്ട്. ശക്തിയായ ഇടപെടലും സമരവും ഉണ്ടായതിനു ശേഷമാണ് ഇത്തരം അക്രമങ്ങൾക്കെതിരെ കേസെടുക്കുന്ന നിലപാട് പോലും ഉണ്ടായിട്ടുള്ളത്. അന്ന് കോൺഗ്രസിന്റെ കാലത്ത് BJPക്കെതിരെ ശക്തമായ നിലപാട് സ്വീകരിച്ചുകൊണ്ട് ഈ ഒരു പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന് നിലപാട് സ്വീകരിക്കാനാവാത്തത്. അതേപോലെ തന്നെ ഹിന്ദുത്വ ശക്തികൾക്കെതിരെ ശക്തിയായ നിലപാട് സ്വീകരിക്കാനും അവർക്ക് കോൺഗ്രസിന് കഴിയുന്നില്ല. പാർലമെന്റിലും പുറത്തുമുള്ള സംഭവങ്ങൾ അതാണ് കാണിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വേണം സഖാവ് സുവങ്കടേഷിന്റെ മേലെ അതിശക്തിയായ രീതിയിലുള്ള കടന്നാക്രമമാണ് ഇപ്പോഴ് സുവങ്കടേഷ് മധുര MP, അതായത് പഹൽഗാം ഭീകരാക്രമണവുമായി ബന്ധപ്പെട്ട് വലിയ സുരക്ഷാ വീഴ്ച ഇന്ത്യൻ പാർലമെന്റിൽ തുറന്നു കാണിച്ചതിൻ്റെ ഭാഗമായി ഞാൻ നേരത്തെ പറഞ്ഞ CPIMന്റെ MP-യും പ്രമുഖ നേതാവുമായ സുവങ്കടേഷിനെതിരായിട്ടുള്ള കടന്നാക്രമം സംഘപരിവാറിന്റെ ഭാഗമായിട്ട് വലിയ ഭീഷണി ഉണ്ടായിരിക്കുകയാണ്. വധഭീഷണിയാണ് യഥാർത്ഥത്തിൽ ഇപ്പോഴും ഉയർത്തിയിട്ടുള്ളത്. ഇത് മതപരമായ പശ്ചാത്തലത്തിലല്ല, രാഷ്ട്രീയമായ പശ്ചാത്തലത്തിലാണ്. എന്ന് പറഞ്ഞാൽ അവരാഗ്രഹിക്കുന്നത് പോലെ കാര്യങ്ങൾ പറയുന്നില്ല എങ്കിൽ പാർലമെന്റിലും ഏത് MP-യും ഭരണഘടനാ സ്വാതന്ത്ര്യത്തോടുകൂടി കാര്യങ്ങൾ അവതരിപ്പിക്കാനും പ്രസംഗിക്കാനും സാധിക്കില്ല. അങ്ങനെ പ്രസംഗിച്ചാൽ വധഭീഷണിക്ക് വിധേയപ്പെടും, എന്ന് പറഞ്ഞാൽ കൊല്ലും എന്ന പ്രയോഗം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇത് പുതിയ ഫാസിസത്തിന്റെ പ്രവണത ശക്തിയായി. MP ഗോവിന്ദനാണ് ഇപ്പോൾ മാധ്യമങ്ങളോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. കന്യാസ്ത്രീകളുടെ അറസ്റ്റിൽ പ്രതിഷേധം ഓഗസ്റ്റ് 3, 4 തീയതികളിൽ 140 മണ്ഡലങ്ങളിലും LDF പ്രതിഷേധ സംഗമം നടത്തും എന്നാണ് MP ഗോവിന്ദൻ ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്.